ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഒരു ഡേ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മളൊരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സുഖമൊന്നായിരിക്കില്ല. മക്കൾ ഉറങ്ങാതെ നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ അവരെ ആട്ടി ഇതാക്കി ആ ഒരു നമ്മളെ ഒരു ലൈഫാണല്ലോ അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞാപ്പി ആദ്യമൊക്കെ നന്നായിട്ട് ഉറങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വരെ ഇങ്ങനെ ഉറങ്ങും, പിന്നെ രാവിലെ കുറച്ച് നേരമൊക്കെ എണീറ്റ് നിന്നിട്ട് രാത്രിയൊക്കെ ഉറങ്ങി തരാമായിരുന്നു. പക്ഷെ പിന്നെ ഒരു 10 ദിവസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ സ്ഥിതിയൊക്കെ മാറി. പിന്നെ മൂപ്പര് രാത്രിയാണ് കേട്ടോ, ഫുൾ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ രാത്രി ഉണർന്നിരിക്കും, രാവിലെ ഒരു കുറച്ച് 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ അവൾക്ക് ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും ഒരു ഉറങ്ങാനുള്ള ടെൻഡൻസി വരിക. അപ്പം ഞാനിങ്ങനെ കുറേ ഇതാക്കും, പിന്നെ ഉമ്മയുണ്ടാവും കൂടെ. അപ്പോൾ അവൾ കുറേ പാൽ കുടിക്കും, കുറേ ചിലപ്പോൾ ഛർദ്ദിക്കും. അപ്പം അങ്ങനെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി ഏതായാലും പുലർച്ചെ വരെ എത്തിക്കും കേട്ടോ. അപ്പോൾ അവിടെ അവസാനം ഞാനിങ്ങനെ കുറച്ച് നേരം കിടത്തി, എനിക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പം ഏതായാലും 5 മണിയായിട്ടുണ്ട്. ഒരു 5:30 ആ ടൈം ആയപ്പോഴത്തേനും ഉമ്മ എനിക്ക് പഴവും മുട്ടയൊക്കെ പീങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വന്നു. ഞാൻ അവിടെ ഓളെ കുറച്ച് നേരം ഒന്ന് കിടത്തി. ഞാൻ ശരിക്കും അവൾ ഉറങ്ങിയ ടൈമിൽ കിടത്തിയതാണ്. പക്ഷേ അപ്പോഴേക്കും മൂപ്പര് ഉണർന്നിട്ടുണ്ട്. എന്നാലും അധികം കരച്ചിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചില നേരത്ത് ഇവൾ കരഞ്ഞിട്ട് ചിലപ്പം നമുക്ക് പുറമേ ഉള്ളതൊന്നും കാണുകയും വരില്ല, അമ്മായി കരച്ചിൽ കയറി കിട്ടും. ഏതായാലും ഞാനിപ്പം ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുഞ്ചി കഴിക്കല് സത്യം പറഞ്ഞാൽ എനിക്ക് മുട്ട കഴിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ നല്ല പ്രോട്ടീനും കാര്യങ്ങളും ഉള്ളതാണ്, മക്കൾക്ക് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉണ്ണി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കഴിക്കും. എന്ന് എനിക്ക് ചീത്ത കേൾക്കും സംഭവം. അപ്പം ഇന്നിപ്പോൾ ഏതായാലും താത്ത വന്നിട്ട് നമുക്ക് അടിപൊളി കണ്ണച്ചത്തിരിയും പിന്നെ അതിലേക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാമെന്നാണ് പറഞ്ഞത്. കണ്ണച്ചത്തിരി താത്ത ഉണ്ടാക്കി തരുന്നതായിട്ട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും കുറേയൊക്കെ ടൈമായിട്ടുണ്ട്. അതാ നമ്മളെ രാവിലെ ടൈമാണ്. അപ്പോഴേക്കും താത്ത എത്തി കണ്ണച്ചത്തിരിക്കുള്ളത് റെഡിയാക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവൾ ഛർദ്ദിച്ചതുകൊണ്ട് കുറേ ഛർദ്ദിക്കും, ചിലപ്പോൾ അപ്പിടും ഇത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എന്താ പറയുക, താത്ത തിരുമ്പുമല്ലോ. അപ്പം പിന്നെ അതിനനുസരിച്ച് ബക്കറ്റിലേക്ക് അവളുടെ ഷീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തുറന്ന് നിന്നിട്ട് അതിൻ്റെ ആ ഒരു ഇത് എപ്പോൾ ബാക്ടീരിയ പരക്കണമല്ലോ വെച്ചിട്ട് ഒരു അടപ്പുള്ള ബക്കറ്റിലാക്കി വെക്കലാണ്. ഇപ്പോൾ ഇവൾ നല്ല ഉഷാറായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ. അപ്പം ഞമ്മക്ക് കിട്ടിയ താത്തൊരു വെറൈറ്റിയാണ്. ഇന്ന് താത്തൻ്റെ കണ്ണച്ചെത്തിയാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് നേരത്തെ കാലത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് കണ്ണും മൂക്കൊക്കെ വെക്കണേ, ഇനി പരത്തണം. അവിടെ സെറ്റാണ്, നല്ല സോഫ്റ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ പരത്തിട്ട് സോ സിമ്പിളേ. നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രശ്നക്കാരനാണ്, ഇത് പരത്തിയാലൊന്നും റെഡി ആവില്ല. പക്ഷേ താത്ത 2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്തതാണ്. മാഷാഅല്ലാ, നമ്മളെ മുന്തസ്താത്ത നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി തരും. ഇപ്പോൾ ഇന്നാൾ തന്നെ ഇരുന്തപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ആക്കിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ നല്ല ചൂടോട് കൂടി ചുട്ടി കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി തരാനും നമുക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്തു തരാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരെ. കാരണം നമ്മൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് മൂപ്പരെല്ലാം ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മാനോട് ഏറ്റു പോയതാണ് കേട്ടോ കണ്ണച്ചത്തിരി ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കാണിട്ടൊന്നുമില്ല. ഉമ്മാക്ക് കോഴിക്കോടൻ സ്റ്റൈലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും വല്ലാണ്ട് അറിയില്ല. അപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് നല്ല സൂപ്പറാക്കിയിട്ട് ഒക്കെ പെട്ടെന്ന് ചടപടയ പരിപാടികളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. എല്ലാതും ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പറ്റാം. അപ്പം 5 പൈസ പണ്ടത്തെ 5 പൈസ 5 പൈസ തന്നെ വരികയായിരിക്കും. പക്ഷെ അങ്ങനെ വേണ്ടതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആയില്ലേ. പൊറാട്ട അല്ല കണ്ണച്ചത്തിരി. പൊറാട്ട നിന്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കരുത്, ഇത് കണ്ണച്ചത്തിരിയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണൂടെ മൂക്കോടെ കാലോടെ ഇതൊക്കെ ഉണ്ടാവും. ഒക്കെ വിചാരിച്ചാൽ മതി. ചുടുമ്പട് വരൂലേ. ഞാൻ ഇട്ടോണ്ട് കേട്ടോ. ഇത് ഒത്തേച്ചാൽ മതി. ഒക്കെ ചെയ്യാം. ജീനൊരു തുന്നലുണ്ട്, 4-5 പത്തിരി. ഒരു പത്തിരി 2 പത്തിരി ഒരു പത്തിരിയൊക്കെ തിന്ന് എണീച്ച് പോകണല്ലേ.
എന്നാ എന്നെ കൊണ്ട് തെറ്റിക്ക് ഇവിടെ നിങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി തിരിച്ച് ഇവിടുത്തെ വാതിൽക്കട്ടിൽ മാറ്റിയേക്കേണ്ടി വരും പിന്നെ. ചോറ് തിന്നൂല, പിന്നെ പത്തിരി തിന്നൂല. നടക്കണ കാര്യമൊന്നുമല്ല മോളെ. ചോറ് നോക്കിയിട്ട് കോഴി തിന്നുന്നുണ്ട് കാര്യമില്ല. എത്തിരിങ്ങൊക്കെ തിന്നണം, അന്നേരം കുട്ടി തടിയൊക്കെ തിന്നു. ഇതൊന്നും തിന്നാണ്ട് എങ്ങനെ തടിയൊക്കെ എവിടെ തടി വെച്ചിട്ട്. അപ്പൊ ഗൈസ് കേട്ടല്ലോ, ഇതാണ് ഇവലെ പ്രശ്നം. ഇവല് നമ്മൾ ഡയറ്റ് ചെയ്യാൻ അനുവദിക്കൂല. ഇത് അതിൽ പെട്ടൊരു സാധനമാണിത്. അതല്ല, വെയിറ്റാണ് ആൾക്ക് ആവശ്യമാണ്. പക്ഷെ തിന്നാലും കുറച്ചൊക്കെ തിന്നണ്ട. ചോറൊക്കെ കോഴി തിന്നണേ തിന്നണേ. അപ്പൊ കണ്ണശ്ശേരി തിന്ന് 3-4 തിരിക്കാം. കാര്യം കഴിയൊക്കെ കെട്ടിയിടാം നമുക്ക്. ശരി അല്ല, കുറച്ചൊക്കെ തിന്നണ്ടത് തീരെ തിന്നണില്ല. എന്താ അത് കോഴിയുടെ കൊടുത്ത മഞ്ഞ അവിടെ ഇന്നിപ്പുറം. ഉമ്മ ഇവിടെ അപ്പോഴേക്കും നല്ല അടുപ്പിൽ നല്ല അടിപൊളി കോഴിക്കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. കുക്കറിലൊന്നും വെച്ചിട്ടല്ല കേട്ടോ, ഇതിൽ തന്നെ വെച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ LPG കിട്ടാൻ ഭയങ്കര പാടാണല്ലോ അല്ലേ. അപ്പോൾ ഉമ്മ ആദ്യം അടുപ്പിലായതുകൊണ്ട് ഉമ്മക്കത് വലിയൊരു പാടായിട്ട് തോന്നിയിട്ടില്ല. മാഷാല്ലാ, ഇതെല്ലാം അടുപ്പിൽ ആ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ കത്തിച്ച് ഇതായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇതാക്കി വെച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ എന്താ, നമ്മളെ ഇസുകൂട്ടനെ എണീപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അവന് ഒരു 8:45-9 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് പോകണം. സുനിക്ക വന്നിട്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകാറാണ് പതിവുള്ളത് കേട്ടോ. അപ്പം അവനെ എണീപ്പിക്കുകയാണ്. നല്ല കണ്ണച്ചത്തിരി ഉണ്ട്, നല്ല പൂരി പക്ഷെ കുട്ടിക്ക് ഇഷ്ടമല്ല. സ്കൂളിൽ കൊണ്ടുപോകാനും അതന്നെ എണീക്കാനൊക്കെ. ഓരോ ബിസ്ക്കറ്റും മമ്മ അപ്പനും വാങ്ങിത്തരാൻ പറയട്ടോ. ഇങ്ങോട്ട് നമുക്ക് വാങ്ങാം. സ്കൂളിൽ ഇട്ട് എന്നിട്ട് വലിയ പാക്കനെ വാങ്ങാം നമുക്ക്. അതല്ല പഠിച്ചോനെ കുട്ടിയുടെ അടുത്ത്. കണ്ണച്ചത്തിരി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അസൽ പൊറാട്ട ലുക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചൂടോടുകൂടെ തന്നെ ചെറുതായിട്ട് ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ച് നമുക്ക് ഓയിലായാലും നെയ്യായാലും ഒക്കെ ചെറുതായിട്ട് ഇതിൽ നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് എടുക്കാം, കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല. നല്ല ടേസ്റ്റിൽ നമുക്ക് കണ്ണച്ചത്തിരി തിന്നോ? തിന്നാ പോണുള്ളൂ. പൊറാട്ട ഉണ്ട്, പൊറാട്ട. ഇന്ന് താത്ത പൊറാട്ട ഉണ്ടാക്കി പോയി. മമ്മന്റെ ഫോൺ കൊണ്ടാ. മമ്മന്റെ ഫോണല്ല, മമ്മന്റെ ഫോൺ വീഡിയോ എടുക്കരുതാ. നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫാ. അതിന് സ്വിച്ച് ഓഫ് ഇങ്ങനെ ഓണാക്കിയാൽ മതിയല്ലോ. ഫോണൊന്നും വേണ്ട, ഫോണില്ലാതെയാണ് തിന്നല്. എന്ത് നല്ല കുട്ടികളായി തിന്ന. മാമേ പോയി ചാടിച്ചോ. എന്നിട്ട് ഇന്ന് വരുമ്പോ ഈ ബേബി ഞാനും ദീപുരി എടുക്കാം. ഓനിന്ന് വരുമ്പോ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പറയണം കേട്ടോ അമ്മനോട്. തിരിച്ചു വരുമ്പോ സ്കൂളിട്ട് വരുമ്പോ അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ അവനെ എണീറ്റ് കുളിപ്പിച്ചൊക്കെ മാറ്റി ഇതാ ഉമ്മ ഇവിടെ നിന്ന് ചായയൊക്കെ കൊടുത്ത് ഇതാക്കാണ് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും ഉമ്മ അവനെ എണീപ്പിച്ച് അവനൊരു രാവിലത്തെ നാടകമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എണീപ്പിച്ച് മാറ്റി കുളിപ്പിച്ച് ഉഷാറാക്കി എന്നും പറഞ്ഞയക്കുന്നുണ്ട്. മാഷാഅല്ലാഹ്, ഉമ്മൻ്റെ ആരോഗ്യ ആയുസ്സൊക്കെ അത് നീട്ടിരട്ടെ, ആമീൻ. പിന്നെ ഇവിടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ കറിയും കണച്ചത്തിരിയും ഒക്കെ. അപ്പം അതിൻ്റെ ആ ഒരു മധുവൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം അതിന് ശേഷം താത്ത മോളെ കുളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. താത്തൻ്റെ കയ്യിലായാൽ അങ്ങനെ കരയാതെ കുളിപ്പിക്കുമ്പോൾ അങ്ങനെ താത്തനെ നോക്കിയിട്ടും പിന്നെ ചിലപ്പോൾ ഉറങ്ങിപ്പോട്ടോ സുഖം കൊണ്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കല്ലേ. തേങ്ങാപ്പാലാണ് ഇപ്പോൾ അവൾക്ക് തേക്കാറുള്ളത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. 40 വരെ നമ്മൾ MS-ൻ്റെ ഓയിൽ 40 കഴിഞ്ഞതിന് ശേഷം MS-ൻ്റെ ബീട്രൂട്ട് ഓയിൽ നമുക്ക് കുട്ടികൾക്ക് തേച്ച് തുടങ്ങാം. അതുവരെ നമ്മൾ തേങ്ങാപ്പാൽ തേക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് ഇപ്പം തേങ്ങാപ്പാലാണ് തേക്കുന്നത്. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവളെ കുളിപ്പിച്ച് മാറ്റി ഒക്കെ വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അവളെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ എന്നെ എന്താ പറയുക റെഡിയാക്കുക എന്ന് വെച്ചാൽ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുക. അപ്പം ചിലർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വേറെ ഒന്നുമല്ല തേക്കൽ, MS-ൻ്റെ തന്നെയാണ് തേക്കൽ, അതൊക്കെ ഇപ്പോൾ ഇതിന് തേക്കാൻ പറ്റുമോ എന്നൊക്കെ. അതെ, തേക്കാൻ പറ്റും. ഞാൻ MS-ൻ്റെ ഹെയർ ഓയിലാണ് തലയിൽ തേക്കാറുള്ളത്. പിന്നെ ഒരു അവക്കാഡോ ഓയിലുണ്ട്, അതാണ് ഞാൻ മുഖത്ത് തേക്കാറുള്ളത്, അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ പപ്പായ ഓയിലാണ് നന്നായിട്ട് തേക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ ഫേസ് ബാക്ക് അത് കഴുകി ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ലാസ്റ്റിലെ ടൈമിൽ ഒരു 10 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കഴുകി കളയാറാണ് കേട്ടുള്ളത്.
അപ്പം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം, നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം. ഞാൻ ഫസ്റ്റത്തേനും സെക്കൻഡിനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ പാത്തു കൊണ്ടുവന്നിട്ട് ഉമ്മാൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എത്താത്തതെന്ന് നല്ല എള്ളും കടലും വറുത്തതുണ്ടല്ലോ, അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതൊക്കെ ഇങ്ങനെ അരിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എള്ളും കടലൊക്കെ നന്നായിട്ട് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് റെഡിയാക്കാൻ ആണ് കേട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എള്ളും കടലും വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം നല്ല തടിക്കും ഇത് കഴിച്ചാൽ, അതുകൊണ്ടാണ്. പക്ഷേ കുട്ടിക്ക് ഏറ്റവും നല്ല പോഷകമുള്ള പാലും കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടും, അതുകൊണ്ട് പിന്നെ കഴിക്കല്ലാതെ നിവർത്തിയില്ലല്ലോ. അപ്പം ഏതായാലും ഒക്കെ കഴിക്കന്നെ. അപ്പം തത്ത ഏതായാലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഞാനിങ്ങനെ ഉണ്ടാക്കിയതിൽ തന്നെ അവരാദ്യം ഉണ്ടാക്കിയിട്ട് തേങ്ങ ഇതിൽ വറുത്തിടുന്നില്ല. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ടൈമിൽ തന്നെ ഇടാനാണ് പറയുന്നത് കേട്ടോ. കാരണം തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം വെക്കുന്നതല്ലേ, അപ്പോൾ ചിലത് ഇങ്ങനെ കാറിയിട്ടുള്ള ആ ഒരു ചൊയ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ശർക്കര ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ട് കഴിക്കാം. പിന്നെ ഇന്നിപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറും കോഴിക്കറിയാണ് കേട്ടോ, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം നെയ്ച്ചോറും കോഴിക്കറിയാണ് വെച്ചിട്ടുള്ളത്. നല്ല ആവി പറക്കണ നെയ്ച്ചോറും കോഴിക്കറിയാണ് കേട്ടോ. അപ്പം ഞാനത് ഏതായാലും ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പം പിന്നെ ഏതായാലും നെയ്ച്ചോറും കോഴിക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല പ്ലേറ്റിൽ നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ വിളമ്പുന്നുണ്ട്. കണ്ടാൽ തന്നെ ഒരു വായിൽ വെള്ളം ഒഴിക്കുക, കാരണം നെയ്ച്ചോറിന് നമുക്ക് വെറുംചോറ് മാതിരിയാണ്. കാരണം വെറുംചോറ് തിന്നാലും നമുക്ക് അധികം മടുക്കില്ല, നെയ്ച്ചോറ് കഴിച്ചാലും നമുക്ക് അധികം മടുക്കില്ല. മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ വേഗം നമുക്ക് മടുത്തു പോകുമല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കേബേജ് ഉപ്പേരിയും പിന്നെ ചിക്കൻ കറിയുമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എല്ലാവർക്കും കണ്ടിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറും പിന്നെ പപ്പടവും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അടിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മളെ പാത്തുമ്മ ഉണർന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്തുമ്മ ഉണർന്നപ്പോൾ നേരെ താത്ത പോകാൻ വേണ്ടി നിൽക്കുകയാണ് പണികളൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ എന്തായാലും ഞാൻ ഉറക്കിത്തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പര് വന്നിട്ട് നല്ല പാട്ടൊക്കെ പാടി ഉറക്കുകയാണ്. എന്താ നിങ്ങൾക്ക് കണ്ടു ചോദിക്കുന്നത്? നല്ല കട്ടൻ കട്ടൻ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അങ്ങനെ ഏകദേശം വൈകുന്നേരമൊക്കെ ആയ ടൈമിലാണ് കേട്ടോ സുൻക വന്നത്. നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്കാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ശ്രദ്ധിച്ചിറങ്ങിക്കോളി. ജുട്ട അങ്ങോട്ട് മാറ്റോ, അമ്മ അവിടേക്ക് പോവാ. വീഡിയോഗ്രാഫറാണിത് നമ്മളെ വിത്ത് ഹനാന.com. തോട്ടിയോ? അതിനാ തോട്ടിയോ? എനിക്ക് മനസ്സിലായില്ല. സ്റ്റാൻഡ് ഇതാരാ? എൻ്റെ മോനെ ചക്രം കറക്കണ ബെൽറ്റും. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറച്ചുകൂടി കൂടുതൽ വിടുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോ ആണ്, അത് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മളെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു.